ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് സ്പിതിയിലേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ. ഞാനിന്ന് ആക്ച്വലി രാവിലെ 7 മണിയായപ്പോൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. 7 ഒരു 6:30 ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തെ ഒരു ആവേശത്തിന് ഓടിച്ചിങ്ങോട്ട് പോകുന്നു. ഇപ്പം ഞാൻ കേരളവും കഴിഞ്ഞ് തമിഴ്നാട് കഴിഞ്ഞ് കർണാടക കയറി. കർണാടക ഫോറസ്റ്റ് റൂട്ടിലേക്ക് കയറി. അതായതൊക്കെ നേരത്തെ കണ്ട ചെക്ക് പോസ്റ്റ്. ഇപ്പോഴാണ് എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാര്യം. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ലോങ് ഡ്രൈവ് പോകണം. ഞാൻ സ്പിതിയിൽ നിന്നും പറഞ്ഞ് ഇറങ്ങിയേക്കണത്, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള പെർമിറ്റും കാര്യങ്ങളും ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. പെട്ടെന്നാണ്ട് ഹെയർ പിൻ ബെൻഡൊക്കെ വന്നു. ഞാൻ വിചാരിച്ചും കൂടി ഇല്ല ഹെയർ പിൻ ബെൻഡൊക്കെ കിട്ടുമെന്ന്. ഞാൻ ഈ വണ്ടിയും കൊണ്ട് അധികം അങ്ങനെ ഹെയർ പിൻ ബെൻഡൊക്കെ ഒന്നും കയറിയിട്ടില്ല. അത് ചെറിയൊരു കോൺഫിഡൻസിന് കുറവുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ മാറ്റും നമ്മൾ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിക്ക് ഈ ബെൻഡൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്പീഡിൽ പോകുമ്പോൾ ചിലപ്പോൾ പറയാനായിട്ടൊന്നും കിട്ടില്ല. ഞാൻ ആകെ സൈലൻ്റായി പോകും. അതെൻ്റെ നേച്ചറാണ് കേട്ടോ. സംഭവം ഇവിടെ വ്യൂ ഒക്കെ അടിപൊളിയാണ്, നല്ല റോഡാണ്. പക്ഷെ പ്രശ്നം ചൂട്. അത് മാത്രമേ ആകെ കുറച്ച് പ്രശ്നമായിട്ടുള്ളൂ. ഇല്ല, തണുപ്പാണെങ്കിൽ അടിപൊളിയായിരുന്നു ഇവിടെ കൂടി വരാനായിട്ട്. എൻ്റെ മോനെ, വ്യൂ നോക്കിയൊക്കെ അടിപൊളി. വ്യൂ നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകട്ടോ. അതുകൊണ്ട് റോട്ടിലും കൂടി ശ്രദ്ധ വേണം. നമ്മളിങ്ങനെയൊക്കെ ബെൻഡ് കയറുമ്പോഴേ നമ്മുടെ വണ്ടിയുടെ മൊമെൻറ്റം ഒരിക്കലും കളയരുത്. അതായത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് പിടിച്ച് വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു വീഴും. ഇതെന്താ ഇത്? ഇരുപത്തേഴ് ഹെയർ പിൻ്റെ 13ാമത്തെ ഹെയർ പിന്നാണിത്. പതിനേഴാമത്തെ ബെൻഡ്. മോട്ടോ വ്ളോഗിങ് എടുക്കാനായിട്ട് വെന്റിലേഷൻ പോട്ടെ, ഹെൽമെറ്റ്സിൻ്റെ എല്ലാം അടച്ചിട്ടിട്ടാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര ചൂട്. ഉള്ളിൽ ഞാൻ തലകടന്ന് പോകുകയാണ്. നമ്മളങ്ങനെ 22ാമത്തെ ബെൻഡെത്തി. ഈ 5 ബെൻഡും കൂടിയേ ഉള്ളൂ. അത്
പറ്റിച്ചിട്ട് കടന്നു മതി. ഇങ്ങനെയുള്ള വണ്ടികൾ കയറുമ്പോൾ നമ്മൾ സ്ലോ ആക്കിയിട്ട് കുറച്ച് ബാക്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ വണ്ടി കയറി കഴിയുമ്പോൾ ഒന്ന് സ്വിങ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മൊമെൻറ്റം ലൂസാവും, നമ്മുടെ മറിഞ്ഞ് വീഴും. എൻ്റെ ദൈവമേ, കൊല്ലടാ കൊല്ലി അടിപ്പം ചത്തേനെ. ഒന്ന വരവ് കണ്ടോ? ഈ സ്പോട്ട് കണ്ടോ? ഞാൻ ഒരു 4 വർഷം മുന്നേ എനിക്ക് ജിക്സർ 250 എന്ന് പറഞ്ഞ ബൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതിന് ബാംഗ്ലൂർ പോയിട്ട് മൈസൂർ കയറി അവിടെ നിന്ന് തിരിച്ച് ഈ വഴിയാണ് വീട്ടിൽ പോയത്. അപ്പോൾ ഈ വഴി വന്ന സമയത്ത് എൻ്റെ ബ്രേക്ക് ഫെയിലായി. അതായത് ഭയങ്കര ഓവർ ഹീറ്റായിട്ട് ബ്രേക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ വണ്ടി സൈഡാക്കിയിട്ട് കുറേ നേരം പിന്നെ ഫോൺ നോക്കിയിരുന്നു. പിന്നെ ആ ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചു എന്ത് പറ്റി, ഞാൻ പറഞ്ഞു ബ്രേക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി, ഒന്ന് കൂൾ ഡൗൺ ആയി കഴിയുമ്പോൾ എനിക്ക് ആ പ്രശ്നം മാറിക്കോളെന്ന് പറഞ്ഞു. നമ്മൾ 26ാമത്തെ ഹെയർ പിന്ന് എത്തി കേട്ടോ. നോക്ക്, എന്താ വ്യൂ അല്ലേ? ഇതാണ് നമ്മൾ ലാസ്റ്റ് ഹെയർ പിന്ന് 27. സേവ് അവർ എർത്ത് ഫ്രം പ്ലാസ്റ്റിക്. നമ്മൾ ദിമ്പം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഈ പോകുന്ന വണ്ടിയുടെ പോക്കത്ര ശരിയല്ല. അത് പോകണ്ടതേ ചില സമയത്ത് അങ്ങോട്ട് ഓവറായിട്ട് ലെഫ്റ്റിലേക്ക് ചേർന്ന് പോകുന്നുണ്ട്. ഇതോടെ കർത്താവേ, പുള്ളീനിവിടെ അടിച്ച് സെറ്റായിരിക്കണമെന്നാണ്. പുള്ളി കണ്ണൊക്കെ അടച്ചിരിക്കണം, ഉറങ്ങണാണ് ഇനി. ബാംഗ്ലൂർ 220, മൈസൂർ 108.
തണുത്ത എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയെങ്കിൽ കുറച്ച് ആശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ. നേരത്തെ തമിഴ്നാട്ടിൽ നമ്മൾ കയറിയ സമയത്ത് 42 ഇപ്പം 31. ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചൂട് വന്നൊക്കെയാണ്. അവിടെ അത്ര മരങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അറിഞ്ഞും കൂടിയില്ലല്ലേ. ആ മരങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് കണ്ടോ. Hi, I have a booking here. Is it so? Yeah, And the name of? Steve Anthony. From main gate left. You can park here. Okay, Otherwise, you can park there also. okay, If you want to park here, you can park here. okay, Otherwise, you can park there. sure. Yeah. No. Okay, then I'll take my vehicle over there. The next day. ഗുഡ് മോർണിംഗ് ഗായ്സ്. പിന്നെ ഇവിടെ നിന്ന് ഇനി ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ 2-3 കാര്യങ്ങളുണ്ട്. അവിടെ പോയ ഒരു റൂം ഞാൻ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അത് നോക്കാം. ഭാഗ്യ പരീക്ഷണം. ഓക്കെ, ലെറ്റ്സ് ഗോ. വഴി തെറ്റിയെന്ന് തോന്നുന്നു. അപ്പുറത്തെ വഴിയായിരുന്നു. കാണുന്ന പോലെ അല്ല കേട്ടോ ഗൈസ്, ഭയങ്കര ചൂടാണ്. ഏതോ ഒരു അന്യഗ്രഹ ജീവി വന്ന് ഇറങ്ങിയ പോലെയാണ് ഇവിടുത്തെ ആൾക്കാർ എനിക്കിട്ട് നോക്കുന്നത്. ഇവിടുത്തെ KSRTC നമ്മുടെ നാട്ടിലെ KSRTC കൊണ്ട് വ്യത്യാസം കണ്ടോ. ഇത് വേണോ വേണ്ടതെന്ന് പറഞ്ഞാൽ ഓടുന്നത്. നമ്മുടെ നാട്ടിൽ രണ്ടറ്റം കൂട്ടി മുട്ടിക്കണം. ഏത് മനസ്സിലായില്ലേ? ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ലയെന്ന് പോലും നോക്കാണ്ടൊക്കെയാണ് അപ്പുറത്ത് ക്രോസ് ചെയ്ത് വരുന്നത്. നിങ്ങൾ ഇതേപോലെ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഹൈവേയിൽ കൂടി വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക. ബോഡി നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെന്നാണെങ്കിൽ നമ്മൾ പോലും വിചാരിക്കാതായിരിക്കും നമുക്ക് ഓരോരോ ഡിഫിക്കൽട്ടീസൊക്കെ തോന്നുന്നത്. ഇന്നലെയാണ് എനിക്ക് നല്ലപോലെ തലവേദന വന്നിട്ട് എൻ്റെ മൂടെല്ലാം പോയി. പിന്നെ ഞാൻ തൊട്ടടുത്ത് ഏത് റൂമോ ഉള്ളതെന്ന് നോക്കി ഒരെണ്ണം ബുക്ക് ചെയ്ത്
നേരെ പോയി കിടന്നുറങ്ങി. എൻ്റെ നാവിഗേഷൻ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആവണമെന്ന് തോന്നുന്നു. ഇത് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി വെയിൽ ചൂട് കൊണ്ടിട്ടാണോ? ഇവിടെ ഇനി നിർത്തുമ്പോൾ നോക്കാം. ഈ നാവിഗേഷൻ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല പണി കിട്ടും കേട്ടോ. ഞാൻ പിന്നെ മൊബൈൽ വെക്കേണ്ടി വരും. മൊബൈൽ വെച്ച് ഓടിക്കാൻ പാടില്ലെന്നാണ്. ഈ മൊബൈൽ പെട്ടെന്ന് ഹീറ്റാകും. പിന്നെ അതിൻ്റെ ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ കംപ്ലൈൻ്റ് ആവും. ഈ വഴിയൊക്കെ വരണമെങ്കിൽ അവിടെ ടൗണിൽ നിന്ന് തന്നെ പെട്രോളൊക്കെ അടിച്ചിട്ട് വരിക. എൻ്റെ ഡിസ്പ്ലേ മൊത്തം പോയി ഗൈസ്. അവൻ്റെ ഡിസ്പ്ലേ എന്ത് പറ്റിയതാണോ? ശരി, ഓഫ് ചെയ്ത് വെച്ച് നോക്കിയാലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. വണ്ടി ഒരു ഇച്ചിരി നേരം നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്പ്ലേയുടെ പ്രശ്നം മാറിയിട്ടുണ്ട്. നേരത്തെ കളറൊക്കെ പോയി ഒന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മര്യാദക്ക്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായത് കൊണ്ടായിരിക്കും, അറിയത്തില്ല. നോക്കാം. ഇനി അങ്ങനെ വരുന്നതാണെങ്കിൽ പിന്നെയും കുറച്ച് നേരം ഓഫ് ചെയ്തിടാം, അല്ലാതെ വേറെ വഴിയില്ല. അപ്പുറത്തത് കാണുന്നത് എക്സ്പ്രസ് വേ ആണെന്ന് തോന്നുന്നു. അവിടെ ബൈക്സ് അല്ല, അവിടെ അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനും അനിയനും കൂടി വന്ന സമയത്ത് ഞങ്ങൾ അറിയാതെ ആ വഴി കയറി. എന്നിട്ട് ഏതൊരു ടോൾ എത്തിയപ്പോഴത്തേക്കും അവിടെ ബാത്റൂമിൻ്റെ സൈഡിൽ കൂടി ആരോ ഫെൻസിങ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൂടി ഞങ്ങൾ ഇറങ്ങി പോകുന്നില്ല, ഇനി പെട്ടുപോയിട്ടുണ്ടായിരുന്നു. കാറും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ഈ എക്സ്പ്രസ് വേയിൽ നല്ല സൂപ്പറായിട്ട് പോകും. ഒരു തടസ്സമില്ല, ഒന്നുമില്ല. വേണ്ട, എൻട്രി പ്രോഹിബിറ്റഡ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ എക്സ്പ്രസ് വേയിൽ എബവ് 300cc ബൈക്സൊക്കെ അലൗ ചെയ്യണമെന്നാണ്. അങ്ങനെയാണെന്നാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പോകാം. ഈ വഴിയും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് കുറച്ച് സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ടാവും. ഈ മച്ചാൻ കുറേ നേരിട്ട് എൻ്റെ കുറേ ഫുൾ ത്രോട്ടിൽ കിടക്കണത്. ഇടയ്ക്ക് ഞാൻ ഓവർടേക്ക് ചെയ്യും, ഇടയ്ക്ക് പുള്ളി വരെ എന്നെ ഓവർടേക്ക് ചെയ്യും. മച്ചാനോടൊക്കെ പോക്കാൻ പോണത്. നമുക്ക് ഏതാണ് വഴി ഇങ്ങനെ കാണിക്കുന്നത്? എക്സസ് വേ ആണെങ്കിൽ പോയാൽ എനിക്ക് ഈ വഴി തന്നെ എടുക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ അവിടെ തന്നെ വന്ന് സ്റ്റക്കായിരുന്നത് എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട്. കാര്യം മാപ്പിൽ കാണിക്കുന്ന എക്സ്പ്രസ് വേ ആണ്. ഈ പ്രാവശ്യം അതേപോലെ തന്നെ അവിടെ വന്ന് പിന്നെ ഞാൻ ഡൗട്ടായി. നമ്മൾ ഇതിൽ കാർ പ്ലേ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബൈക്കിൻ്റെ ഡയറക്ഷൻസ് കാണിക്കത്തില്ല. ഇന്നത് കാറിൻ്റെ ഡയറക്ഷൻ മാത്രമേ കാണിക്കുള്ളൂ. നമുക്കത് മാപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതിനകത്ത് വരത്തില്ല. ഇതേപോലെ നാവിഗേഷൻ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് വരുന്നവരാണെങ്കിൽ ഇതിനകത്ത് കാണിക്കണ കാര്യമൊക്കെ കണ്ട ഈ വഴി തന്നെ നേരെ പോയാൽ മതി. ആ അപ്പിയോ കന്നഡയിൽ വേറെ എന്തെങ്കിലും കറുത്തുകൊണ്ടാവും.
അതുണ്ടോ കൊള്ളാല്ലേ. ഓക്കെ, നമ്മളങ്ങനെ ലഞ്ച് കഴിച്ച് ഇത് ഇവിടെ നിന്ന് കഴിച്ചു കേട്ടോ. ചെറിയ സ്റ്റോളാണ്. ചിക്കൻ റൈസും പിന്നെ ചാറും പിന്നെ ഒരു കുപ്പി വെള്ളം എല്ലാം കൂടി 190 രൂപയേ ഉള്ളൂ.